ഞാൻ കൊന്തേക്കിട്ടുണ്ട് ഇപ്പോ പിന്നെ അപ്പൊ അവിടുത്തെ പ്രേതം ഉപദ്രവിച്ചിട്ടുണ്ടോ ആൾക്കാര്? അപ്പൊ റിയൽ ആയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പൊ പറഞ്ഞു അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ഇങ്ങനത്തെ ഉള്ളൊരു ഫീലിങ്സ് എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വന്നിട്ടുണ്ട്. കയറുമ്പോ പറഞ്ഞു പേടി ഉണ്ടെങ്കിൽ പോവണ്ട. ഇപ്പോഴും എന്നോട് പറഞ്ഞു ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പോണം, പോയേ പറ്റി. എനിക്ക് സുമതി, നമ്മളെ സുമതി ചേച്ചിനെ കണ്ടേ പേടിയും. അപ്പോ ഇവിടെയാണ് കണ്ട ഈ വളവില്ലേ എന്താ വണ്ടി ചാട്ടമുണ്ട്. നോക്കിയിരിക്കുന്നില്ലേ സുമതി വളവില്? അയ്യോ വണ്ടിയെടുക്കാൻ എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റണില്ല. പോവാ 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 വണ്ടി അയ്യോ 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 അയ്യോ. ഹായ്, വെൽക്കം ബാക്ക് ടു ഫാമിലി താടിയും കൂട്ടും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ഉണ്ട്, അത് ഇടിച്ച് പൊട്ടിക്കണം. ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ചറപരാ കിട്ടും. ഗൈസ്, ഞങ്ങളപ്പോ നിൽക്കുന്നത് തിയേറ്ററിന്റെ പേര് ഗ്രീൻഫീൽഡില് തിയേറ്ററിലാണ്. എന്തിനു വേണ്ടി? നമ്മുടെ സ്വന്തം അബ്ലസ് സാർ ആൻഡ് ടീമിന്റെ സുമതി വളവ് കാണാനാണ് ഗൈസ്. അപ്പോ പടം നമുക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉള്ള പടമാണ് അല്ലേ? ഹൊറർ പടമാണ്. ഹൊററും ത്രില്ലറും കോമഡി സെന്റിമെന്റ്സ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ട്രെയിലർ കണ്ടിട്ട് ആകെ ഇതായിട്ടിരിക്കണേ. പിന്നെ പടം റിലീസിങ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും പടം കാണാൻ പറ്റും. പിന്നെ ഇത് വിച്ചുവിൻ്റെ ഫ്രണ്ടാണ് അനീഷ് ബ്രോ, ഒരേ ഓഫീസിലാണ്. ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് അതിനും കൂടെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ റിയൽ സുമതി വളവിലേക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോവും. സെക്കൻഡ് ഷോയ്ക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോവുക. ഇതിന് മുന്നേ സുമതി വളവിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. അതെ, അത് കുറച്ച് പടം തുടങ്ങാൻ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം എന്നോട് പറഞ്ഞിരുന്നത് പേടിക്കരുത്, പല സംഭവങ്ങളും അവിടെ ഉണ്ടാവും. അപ്പോൾ റിയൽ ആയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പറഞ്ഞു അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കൊരു 2-3 ട്രിപ്പ് പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഉള്ളൊരു ഫീലിങ്സ് എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോക്കൽസിൻ്റെ ആവാം. നമുക്കത് പറയാൻ പറ്റത്തില്ല. ഇന്നത് തന്നെ ആണെന്നുള്ളത് കൺഫർമേഷൻ എനിക്ക് കൺഫേം അല്ല. ലോക്കൽസിൻ്റെ ആവാം. ഞങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 6-7 ട്രിപ്പ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ പോയിട്ടുണ്ട്, അല്ലാതെ ഒറ്റയ്ക്കും പോയിട്ടുണ്ട്. ഇത് വൈകുന്നേരം തന്നെയല്ലേ പോണത്? രാത്രി 3 മണിക്ക്. ഞാൻ ഒന്ന് ഫോട്ടോ കാണിച്ചു തന്നില്ലേ? ഇപ്പൊ നമ്മൾ ഇതില് 2 ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് അനീഷ് ബ്രോ റിയൽ ആയിട്ട് അവിടെ വെച്ച് എടുത്തതാണ്. പക്ഷെ അവിടെ വെച്ച് ആള് നോക്കിയിരുന്നില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് ഫ്രീ ആയിട്ട് നോക്കുക. അപ്പം നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ച നിങ്ങൾ ഇതിൽ വല്ലതും കാണുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. റിയൽ ആണ്. അങ്ങനെ ഒരു രൂപമാണ് അവിടെ ആ ഫോട്ടോയിൽ കണ്ടത്. അപ്പൊ പുള്ളിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ മാറിയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ പുള്ളിക്ക് വല്ലാത്തൊരു കുറച്ച് സംഭവങ്ങൾ നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം വരാൻ പാടുള്ളൂ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പേടിച്ചു കഴിഞ്ഞാൽ. മേ ബി ലോക്കൽസ് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ ഒന്നും നമുക്ക് അറിയില്ല. ലോക്കൽസ് ഈ പറഞ്ഞ നമ്മളെ പേടിപ്പിക്കാൻ ചെയ്യുന്നതോ? കാരണം ഒരു തവണ കേട്ടത് ഒരു കാലടി സൗണ്ടാണ് ഓടുന്നത്. പുള്ളി ഒരു കാലടി ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഓടിയാൽ കാണാൻ പറ്റത്തില്ല. അവിടത്തുള്ള ലോക്കൽസിന്റെ അവിടത്തുള്ള ഏരിയ അറിയാം. പക്ഷെ ആ ഫോട്ടോയിൽ കണ്ട രൂപം അതാണ്. അത് ഞങ്ങളെ ഒരു സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എന്നോട് പിന്നെ ഇപ്പൊ കേറുമ്പോ പറഞ്ഞു പേടി ഉണ്ടെങ്കിൽ പോവണ്ട. ഇപ്പോഴും എന്നോട് പറഞ്ഞു ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പോണം, പോയേ പറ്റി. എനിക്ക് സുമതി, നമ്മളെ സുമതി ചേച്ചിനെ കണ്ടേ പറ്റും. അവിടെ ചെന്നിട്ട് ഇത് തന്നെ കാണണമെന്നേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് കുഴഞ്ഞു വീണാൽ ഞങ്ങൾക്ക് അറ്റാക്ക് വരരുത്. പിന്നെ അവിടെ വണ്ടികൾ ഒരു കുറച്ചകലെ ദൂരെ നിർത്താൻ പറ്റുള്ളൂ. നമ്മൾ നടന്നു പോണം. കൂരി ഇരുട്ടാണ്, വേറെ ലൈറ്റ്സ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനവന അനുഭവം ഉണ്ടായി. ഓടിക്കോളണം കണ്ട വഴിയെന്നും പറഞ്ഞിട്ടുണ്ട്. ചിതറി നമ്മളിപ്പോ ഒരാളുടെ ബാക്കി ഓടാൻ നിൽക്കരുത്. ഫ്രണ്ടിൽ പോകണം വീണാൽ അത് തട്ടി നമ്മളും ചിതറി ഓടിക്കണം. എങ്ങോട്ടാണ് ദിക്ക് കിട്ടുന്നത് അങ്ങോട്ട് ഓടിക്കണം. അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ അല്ലേ ഓടണ്ടേ?
ആരെയും വിളിക്കാനൊന്നും സമയമില്ല, വേണമെങ്കിൽ ഓടിക്കും. ഇപ്പൊ ഞാൻ ക്ഷണക്കത്തും കൊണ്ടുവരാം. ഇപ്പൊ ഇതിനെ കണ്ട് പേടിക്കുന്നുണ്ടെങ്കിൽ പൊന്നു നീ വരണേ, വിശാഖ നീ വരണേ, എനിക്ക് അങ്ങനൊന്നും സമയമില്ല. എന്തെങ്കിലും ഒരു ഇങ്ങനെ സംഭവിച്ചാൽ ഓടിക്കണം. അനീഷ് ബ്രോ കയറുമ്പോ എന്നോട് പറഞ്ഞത് ഇപ്പോഴും പറഞ്ഞു പടം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോകാൻ പോകണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും പോയേ പറ്റും സുമതി വളവ്. നിങ്ങൾക്ക് അറിയാം നമ്മള് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയും. പുള്ളിയുടെ അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് അവിടെ കേട്ടു. കുറേ സംഭവങ്ങൾ അവിടെ ഓൾറെഡി പോണ ഒരുപാട് പേരും അവർക്കുണ്ടായ അനുഭവങ്ങളും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് സുമതി വളവിന്റെ പോസ്റ്റർ കാണാം, കയറാൻ പോവാം. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, കുറേ പേരുണ്ട്. എന്തായാലും ഹാർട്ട് ബീറ്റ് ഇപ്പോഴേ കൂടിയിട്ട് വയ്യ. റിയ സ്ഥലത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ പടത്തിൻ്റെ ഒരു ട്രെയിലർ കണ്ടിട്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ? അങ്ങനെ ഞങ്ങൾ ഇരിപ്പായി നല്ല തരത്തിലുള്ള ഫുള്ളാ. ഇപ്പൊ സമയം എത്ര മണി? 12:30. കറക്റ്റ് 12:30 സമയത്താ പോണേ. നമ്മൾ ഈ സിനിമ കണ്ട ഒരു രീതി വെച്ചിട്ട് ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് അനീഷ് ബ്രോയാണോ വിച്ചു ആണോ ഞാനാണോ ഒന്നും അറിയില്ല. അപ്പൊ ഇവര് പറഞ്ഞ് ആ കൂടെ പോവാന്ന് പറഞ്ഞ കയറി പോകരുത്, എന്തെങ്കിലും ഉണ്ടായാൽ കണ്ട വഴിക്ക് ഓടിക്കോളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ശരിക്കുള്ള സുമതി വളവിലേക്ക് പോവാണ്. ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് ഫിലിമാണ്, നിങ്ങൾ എന്തായാലും കാണണം. അടിപൊളിയാണ് കേട്ടോ. ഞാനേ ശരിക്കുള്ള ഒരു ചായ കുടിക്കട്ടെ, അവസാനത്തെ ചായ കുടിയാവുന്ന അറിയില്ല എന്റെ. ഞങ്ങള് 3-4 വട്ടം പോയിപ്പുണ്ടായ അനുഭവങ്ങള് അവിടെ ചെന്ന് പറയാന്നാ പറയണേ. കരുതല് വേണ്ട, പേടി മതി. ജാഗ്രത വേണ്ട, അല്ല ഒന്നും വേണ്ട, പേടിച്ചോളാനാ പറഞ്ഞേ. ഒന്നിനൊക്കെ ഒന്നിന് പോയിട്ട് പോയാലോ? എവിടെയാ? എന്നാ വാ, ചെലപ്പോ പോവാ പേടിച്ചിട്ട് ഒന്നിനു പറയും. അപ്പൊ ഗൈസ് ഞങ്ങള് സുമതി വളവിലേക്ക് പോകണം. പൊന്നു യൂറിൻ പാസ് ചെയ്യാൻ പോയേക്കാം. അപ്പൊ ഞങ്ങൾ പറയാൻ പോവാണ് നിങ്ങളുടെ അടുത്ത് ഒരു സ്വകാര്യം. പൊന്നുവിന് ഞങ്ങള് കഥ പറഞ്ഞ് പേടിപ്പിക്കാൻ പോവാണ്. അതെ, ചെറിയ പ്രാങ്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊന്നുവിനെ വെച്ചിട്ട്. അപ്പൊ പൊന്നിന്റെ എക്സ്പ്രഷൻ, പൊന്നു പേടിക്കണത്, പൊന്നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി വഴിയെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇനി അങ്ങോട്ട് സുമതി വളവിലേക്കാണ്. അവിടെ നിന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ടൊന്നും അറിയത്തില്ല. പൊന്നിന് ഞങ്ങൾ പരമാവധി പേടിപ്പിച്ച് കെടുത്തും. ഇനി ഞങ്ങള് പേടിച്ച് കെടുക്കുമോന്നാണ് ശ്രമിക്കാം. വരുന്നുണ്ട്. 3 ചായ. ഞാൻ ധൈര്യത്തിന് കുറച്ച് കാര്യങ്ങൾ പറയാം. പക്ഷെ എന്തായാലും ആ പ്രേതം ഉപദ്രവിക്കില്ല. ഞങ്ങൾക്ക് ഒന്നേ കിട്ടുന്നുണ്ട് ഇപ്പോ. പിന്നെ അപ്പൊ അവിടത്തെ പ്രേതം ഉപദ്രവിച്ചിട്ടുണ്ടോ ആൾക്കാരെ? നായകൻ അതെ അതെ, ഇതിലോ അല്ല, അങ്ങനല്ല. ബാഡ് ഇമേജാ. ഓ അത് ശരി. പക്ഷെ ഞാനും എന്റെ ഒരു ഫ്രണ്ടും പോയി. രണ്ടാളും കൂടി പോയില്ല. അന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കാലടി ഓടുന്ന ഞാൻ വിശാഖിന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ കേട്ടോ സത്യം എന്താ സംഭവം ഇതുവരെ മനസ്സിലായിട്ടില്ല. ലോക്കൽസ് ആവാം, അറിയത്തില്ല. ഇത് കണ്ടിട്ട് എനിക്ക് ലോക്കൽസ് ആണെന്ന് തോന്നണല്ലേ. പക്ഷെ അന്ന് ലോക്കൽസ് ഒന്നും ഇല്ല. അവിടെ ആരും ഇല്ലായിരുന്നു സത്യം. അത് എനിക്ക് തോന്നണല്ലേ. എങ്ങനെ കിട്ടുന്നുള്ളത് ചായ അടിച്ചിട്ടാണോ ചാകണോ വേണ്ടത് തീരുമാനിക്കാം. അതെ, ഫുള്ള് പേടിപ്പിക്കില്ലേ ചായ കുടിച്ചിട്ട്. ഒരു ചേസ കടിച്ചോ? വന്നിട്ട് ഇവിടെ തുപ്പിട്ടിട്ട് അവിടെ ചെന്ന് കിടക്കാനുള്ളതാ. പിന്നെ ഇരിക്കാനുള്ള സമയം കിട്ടും. ഒന്നും ഓട്ടോ ഇല്ലേ കിടക്കുക, പിന്നെ മരിച്ച പോലെ കിടന്നാൽ മതി. ചിലപ്പോ സുമതി വിശ്വസിക്കും. മരിച്ച പോലെ കിടന്ന അതെ സുമതിയാണ്. അല്ല അങ്ങനെ കിടന്ന കുഴപ്പമില്ലേ? അങ്ങനെ വന്നാൽ കുഴപ്പമില്ല. അപ്പൊ ഓടി കളന്ന് ചോര പിടിക്കണ്ട, ഒരിടത്ത് കിടക്കുമല്ലേ. ഉപദേശങ്ങളൊക്കെ തന്നിട്ട് പോണ്ട്. എന്താ വണ്ടി നിക്കാവോ? പിന്നെ പേടിക്കാൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞു 3 തവണ പോയിട്ട്, പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഒരു 4-5 തവണ പോയിട്ടുണ്ട്. അവർക്കും വരാൻ പറ്റിയ
അവർക്ക് വല്ലതും പറ്റിയ എന്റെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയാം. ഒറ്റയ്ക്ക് പോയപ്പോൾ ഇതുവരെ ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കൂടെ ആളുണ്ടോ അന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. സത്യം, അത് സത്യം. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ പടം കഴിഞ്ഞു, നേരെ വന്നു, കാർ എടുത്തു. ദേ അനീഷ് പ്രോ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, വിച്ചുതേ ഓടിക്കുന്നുണ്ട്. സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞങ്ങള് പോവാണ്. പിന്നെ കൊന്തയൊക്കെ മേത്തെല്ലാവരുടെ കയ്യിലൊക്കെ ഉണ്ട്. എക്സ്ട്രാ കൂടി എടുത്തിട്ടുണ്ട്. എന്റെ കൊന്ത ഒരു സാധനം ഇല്ല, ദൈവികമായിട്ടുള്ള ഒന്നുമില്ല എന്ന് പറയുന്നത്. അതെ, എനിക്ക് ഈ പടം കഴിഞ്ഞ ശേഷം തന്നെ പേടിച്ചിട്ട് തൊണ്ട വരണ്ട് പെട്ടെന്ന്. ഒരു കുപ്പി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൂസ് വെള്ളമൊക്കെ എടുത്തു തന്നു. പിന്നെ തൊണ്ട ഭയങ്കരമായിട്ട് വരണ്ടിട്ട് എന്ന് വെച്ചാൽ പേടിച്ച് തൊണ്ട വരണ്ടില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി എനിക്ക്. എന്താവുന്നൊരു പിടിയില്ല. കാറിന്റെ ലൈറ്റ് എടുക്കണേ, ഇനി പോണോടത്ത് ലൈറ്റ് തന്നെ ഉണ്ടാവില്ല. ഞങ്ങളൊരു എമർജൻസിക്ക് അപ്പൂസ് എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അനീഷ് ബ്രോ പറയാ എമർജൻസി ഒന്നും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ, ഇലക്ട്രോണിക് സാധനങ്ങൾ അവിടെ എത്തുമ്പോ വേഗം നാശാവുന്നു, വണ്ടി തന്നെ സ്റ്റാർട്ട് ആവില്ലാന്ന്. അപ്പൊ അറിയില്ല നമുക്ക്. ഞങ്ങള് പോവാണ് ഒരു ധൈര്യത്തില്, കൊന്തൊക്കെ ആയിട്ട്. പേടി വേണ്ട, ഭയം മതി. നന്നായി. എനിക്ക് എന്തായാലും ഈ പടം കഴിഞ്ഞോടുകൂടി എനിക്ക് നമുക്ക് പെട്ടെന്ന് പേടിക്കുമ്പോ സംസാരിക്കാൻ പറ്റാണ്ടാവില്ലേ. വെള്ളം ഇതിന് തൊണ്ട എനിക്ക് വേനെടുക്കും. ഇപ്പോഴും തൊണ്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങാണ്ട് ഇങ്ങനെ നിക്കുക. പിന്നെ നമ്മള് എന്താവുന്ന അറിയില്ല. സംഭവം പറയണ പോയവർക്കൊക്കെ പറയാൻ ഓരോ അനുഭവങ്ങളുണ്ട് അല്ലേ. എല്ലാവർക്കും ഉണ്ടോന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ 3 തവണ ഒറ്റയ്ക്ക് പോയപ്പോഴത്തേക്ക് എനിക്ക് വലിയ പ്രശ്നങ്ങൾ 3 തവണ ഇല്ലായിരുന്നു. ഒറ്റയ്ക്കാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ എന്റെ കൂട്ടുകാർ ആളെ കൊണ്ട് വിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അറിയത്തില്ല, അത് വലിയ പ്രശ്നങ്ങളില്ല. ചെറിയ ഓടുന്ന സൗണ്ട്, അത് ചിലപ്പോ മൃഗങ്ങളാണോന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മള് ഒരു മൃഗം ഓടുമ്പോഴും മനുഷ്യനോടുമ്പോഴും നാൽക്കാലികൾ ഓടുമ്പോഴും ഇരുകാലികൾ ഓടുമ്പോഴും ഉള്ള വ്യത്യാസം നമുക്ക് സൗണ്ടിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ ഞങ്ങളന്ന് പോയപ്പോഴത്തേക്ക് കേട്ട സൗണ്ട് ഒരു വെറൈറ്റി സൗണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഓടി പോകുന്നതൊക്കെ ഞാൻ പറയില്ലേ, ചിലപ്പോൾ അവിടുത്തെ ലോക്കൽസ് ആവാം. പക്ഷെ അത് അങ്ങനെ കേൾക്കുമ്പോ, അങ്ങനെ ഒരു പ്ലേസിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കത് എഫക്ട് ചെയ്യും. അത് ഇച്ചിരി മനക്കെട്ടി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പം കുഴഞ്ഞു വീണ് ജന്നി വന്ന് മരിക്കാനും മതി. അപ്പൊ മിക്കവാറും എന്റെ ലാസ്റ്റ് തന്നെയായിരിക്കും. എന്തായാലും ഞങ്ങളുടെ അനുഭവം നമ്മളവിടെ എത്തിയിട്ട് ലൈവായിട്ട് തന്നെ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇരുട്ടായിരിക്കും. ഇപ്പൊ നമ്മള് കാറിലെ ലൈറ്റിലെങ്കിലും കുറച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആള്. അപ്പൊ ഭയങ്കര ഇരുട്ടാവും. പക്ഷെ നമ്മൾ ലൈവായിട്ട് തന്നെ മൈക്ക് വെച്ച് നമ്മൾ പറയാം, എക്സ്പീരിയൻസ് പറയാൻ പറ്റുന്നിടത്തോളം പറയാം. പിന്നെ ബോധം പോവോന്ന് അറിയില്ല, എന്താന്ന് അറിയില്ല. എന്തായാലും പ്രാർത്ഥിച്ച് പോവാണ് ഒരു എക്സ്പീരിയൻസ്. പിന്നെ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു സംഭവം, അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ മരത്തിന്റെ ചില്ല് ഒടിഞ്ഞു വീണാലും മതി, നമ്മൾ ആ സമയത്ത് പാനിക്കാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുക. നമ്മുടെ ഫ്രണ്ട് ബാക്കിൽ നിന്നാണ് ഒരു ശ്വാസത്തിന്റെ സൗണ്ട് കേട്ടാൽ പോലും തിരിഞ്ഞു നോക്കാതിരിക്കുക. അത് ഞാൻ ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ ചെറിയൊരു രോമാഞ്ചം വരും നമുക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത് എഴുതി വെച്ചോ, അവിടെ ഒരു പാലമുണ്ട്, ആ പാലം അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് സ്ഥലം എത്താറായെന്നൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് ചെറിയൊരു രോമാഞ്ചിക്വേഷൻ വരും. വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മൈൻഡ് സെറ്റായി തുടങ്ങി എന്നുള്ളതാണ്. പിന്നെ വിടരുത്, പിടിച്ചു നിർത്തിക്കോണം. അതെ, ഈ പറഞ്ഞ ചിലപ്പം പുള്ളിക്കാരിയുടെ പവർ, ഏതൊരു എനർജി ആയാലും വർഷങ്ങൾ കഴിയും തോറും അതിന്റെ എനർജി കുറഞ്ഞു വരും. ഇപ്പൊ ബാറ്ററി ആണെങ്കിലും ശരി, എല്ലാവരും എനർജിയാണ്, ഇതൊരു എനർജിയാണ്. ഇപ്പൊ ഒരു ബാറ്ററി ആണെങ്കിലും ശരി, വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ ചാർജ് എല്ലാം ഇറങ്ങിപ്പോകും. അത് ഏത് കാര്യമാണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പവർ കുറഞ്ഞു വരും. അത് വെച്ചിട്ട് നോക്കണം, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സംഭവം മാത്രമേ അവിടെ ഉള്ളൂ. അതിന്റെ പവറൊക്കെ ഏകദേശം കുറഞ്ഞു. അപ്പം കുറഞ്ഞോ ഇനി ഉണ്ടോ ഒന്നൊന്നും അറിയത്തില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലും നമ്മളെ ചിലപ്പം ഒന്ന് പേടിപ്പിക്കാനോ ചേച്ചി ഞങ്ങൾ വെറുതെ അവിടുത്തെ അനുഭവങ്ങളൊന്നും അറിയാൻ സുമതി വളവ് കണ്ടു വരുന്നതാ. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. സുമതി വളവ് കണ്ട് ആ തിയേറ്ററിൽ നിന്ന് തന്നെ ഞങ്ങള് വണ്ടി എടുത്ത് നമ്മള് വരികയാണ്. വേറെ ഒന്നുമല്ല, അവിടെ ഒന്നിനും നമ്മള് വേറെ ഒന്നും പറയണമില്ല. ഞങ്ങക്ക് ജസ്റ്റ് അവിടെ ആ സ്ഥലം ഒന്ന് കാണണം, ആ വളവൊന്ന് കാണണം, അവിടെ എത്തണം എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ. സുമതി ചേച്ചി ഉപദ്രവിക്കരുത്, പാവങ്ങളാണ്, പിള്ളേരുണ്ട് 2 പേടിയുണ്ട് ഞങ്ങൾക്ക്. പേടിപ്പിക്കാനൊന്നും വരരുത്. ഞങ്ങൾ വെറുതെ അവിടെ വന്ന്
ജസ്റ്റ് ഒന്ന് കണ്ട് ഈ സുമതി വളവ് പടം കണ്ട റിവ്യൂ കൂടി അവിടെ നിന്നിട്ട് ഒന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് സുമതി വളവ് ഫുൾ ടീമിനുള്ള ഒരു ഡെഡിക്കേഷൻ. എനിക്ക് തോന്നുന്നത് ഈ പേടി ഉണ്ടെന്നും പറഞ്ഞ് ചെല്ലുന്നവർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ ഈ പോകുന്നതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ചെയ്യാനും ആ ഒരു വൈബ് ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോഴെല്ലാം എനിക്കിപ്പോൾ ഈ ബൈക്ക് റൈഡിങ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പോകാറുണ്ട്. ലോങ് ആണ് കൂടുതലും പോകുന്നത്. അപ്പൊ ചില ദിവസങ്ങളിൽ അത്ര ലോങ് പോകാനുള്ള ടൈമില്ല. പിറ്റേന്ന് നമുക്ക് വർക്കിന് കയറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ലോങ് പോയിട്ട് തിരിച്ചൊരാളുടെ വകുപ്പില്ലാതെ അപ്പൊ ഇച്ചിരി നേരം വേറൊരു വെറൈറ്റി ആംബിയൻസ് പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഞാൻ സുമതികളെ പോയി ഇച്ചിരി നേരം നിൽക്കും. രാത്രി അവിടെ പോയി ചുമ്മാ ഇങ്ങനെ കറങ്ങി ഇച്ചിരി നേരം നിന്നിട്ടൊക്കെ ഞാൻ വരാറുണ്ട്. പക്ഷെ അത് ഞാൻ ആ ആംബിയൻസ് ഇഷ്ടപ്പെട്ട് പോകുന്നവനെ കൊണ്ടായിരിക്കാം. പേടി ഉണ്ടെന്നും പറഞ്ഞാൽ ഒരിക്കലും പോകാറില്ല. അത് ആ പേടി ആസ്വദിക്കാൻ വേണ്ടി പോകുന്ന ഒരാളായതുകൊണ്ടാവാം എനിക്ക് അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പോഴൊക്കെ ഞാൻ എൻ്റെ കൂടെ പോയി ആൾക്കാരെ കൊണ്ടുപോയിട്ടോ അവർക്കൊക്കെ ഉള്ളിലായാലും പേടിയുണ്ട്. അവർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ഇനി ഒരു 12 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 12 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോ ഓൾമോസ്റ്റ് പൊന്നിന്റെ ഗ്യാസും പോയി, ബൾബിന്റെ ഫിലമെന്റും പോയി, എല്ലാം പോയി. ഉണ്ടായിരുന്ന ധൈര്യവും പോയി. സുമതികളോ കാണുന്നതിന് വേണ്ടിയുള്ള ധൈര്യം ഒന്നും ഇപ്പില്ലേ ഗൈസ്. പിന്നെ അനീഷ് ബ്രോ കൊറേ എക്സ്പീരിയൻസ് പോയവരുടെ കാര്യങ്ങളും സ്വന്തം കാര്യമൊക്കെ പറയുന്നത് കേൾക്കുന്ന ഓർമ്മ എനിക്ക് പേടി. നമ്മൾ എത്താറായി തുടങ്ങി, തലവേനയൊക്കെ എടുത്ത് തുടങ്ങി. അപ്പം എന്താ തീരുമാനം? തിരിച്ചു പോവാന്ന് പറഞ്ഞ ലാസ്റ്റ്. ഇപ്പൊ ഞാൻ തിരിച്ചു പോയാലോ ചോദിച്ചു തുടങ്ങി. 12 കിലോമീറ്റർ കൂടെ ഉള്ള അതിന് ഇനി തിരിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പൊ തിരിച്ചു പോകാണ്ട് നമ്മൾ അങ്ങനെ തന്നെ പോയിട്ട് അവിടെ പോയി അതിന്റെ എക്സ്പീരിയൻസ് അറിഞ്ഞാലല്ലേ കാര്യമുള്ളൂ. പിന്നെ 12 കിലോമീറ്ററിൽ തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉപകാരം? നമ്മൾ ഇത്ര നേരം വന്നതിന്റെ ഒന്നും നോക്കാനല്ല, എന്തായാലും വിടുക. അതെ, മുമ്പോട്ട് വെച്ചാലും മുമ്പോട്ട് തന്നെ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിർത്തി 2 ലിറ്റർ ഞാൻ പറഞ്ഞ പോലെ ട്രിപ്പ്. എന്താ ചെയ്യണേ? ഒന്നുമില്ല, വിടുക. നേരം വെളുത്തിട്ട് മതിയാ. ഞങ്ങൾ 2 പേരുണ്ട്, ധൈര്യമായിട്ട് വിടുക. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ പോവും ചിലപ്പോ. ഞാൻ ഓടണ പോലെ എനിക്ക് ഓടാൻ പറ്റില്ല. പറ്റണം, ഞങ്ങളെക്കാൾ മുമ്പ് ഓടി ശീലിക്കണം. എനിക്ക് പറ്റില്ല. ഇപ്പൊ ഞങ്ങളാണ് അവിടെ വന്നിട്ട് ഏറ്റവും ഫസ്റ്റ് ചിലപ്പോ ബോധം കൊണ്ട് വീഴണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? ഞാൻ അറ്റാക്കും ചാവും. എനിക്ക് ഇപ്പഴേ ബ്രീത്ത് കിട്ടണില്ലേ. സിനിമ കണ്ടതിന് ശേഷം തൊണ്ട സിനിമ കാണുന്നേക്കാളും മുന്നേ ഭയങ്കര ധൈര്യം ഇപ്പോഴും ഉണ്ടാവട്ടെ, നല്ല കയറുള്ളൂ. ഇപ്പൊ എനിക്ക് സത്യം പറയാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്കറിയാം. അനീഷ് ബ്രോന്റെ നിനക്ക് ഭയങ്കര ധൈര്യം. എനിക്ക് നല്ല പേടിയുണ്ട്. ഇവ നല്ല പേടിയുണ്ട്. അവിടെ വെച്ചിട്ട് ഇവൻ തല കറങ്ങി വീഴും തോന്നുന്നു. ഞാൻ അപ്പം മരിക്കും. രണ്ടാള് കണ്ട വഴി നിങ്ങൾ ധൈര്യമായിട്ട് ട്രെയിനിങ് അറിയാം. 2 പേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചാ പോരെ. ഇവനെ ആദ്യം ഉണ്ടാവില്ല അവിടെ. അധികം എനിക്ക് സമയമുള്ളപ്പോ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ എടുത്തോണ്ട് രാവിലെ ഒന്നും പറയാൻ പറ്റത്തില്ല. ജീവിതത്തില് എന്റെ ലൈഫില് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു ഹൊറർ പ്ലേസിൽ പോവാ. പോയവർക്കൊക്കെ ഓരോ നെഗറ്റീവ് അനുഭവങ്ങളുണ്ട്. എനിക്കറിയില്ല, എനിക്കറിയില്ല. ഞാനേ ചിരിക്കുന്നത് ചിരിയൊന്നും ശരിക്കുള്ള ചിരിയല്ലടാ. ഞാൻ സിനിമ അത് പറയാനാ വിട്ടത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് ചിരിക്കരുത് മാക്സിമം. അത് ചിലപ്പോ ഒരുപക്ഷെ ഞങ്ങളുടെ ബോധം നേരത്തെ കളയാൻ ചാൻസ്. എന്നുവെച്ചാ ചിരിക്കുമ്പോഴത്തേക്ക് അവിടെ അങ്ങനെ ഒരു പ്രദേശമാണ്. അവിടെ വെച്ച് നീ ചിരിക്കുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ മറ്റേതായിരിക്കും. ഞാൻ ചിരിക്കാൻ പോയിട്ട് അതാ പറഞ്ഞത്. എനിക്ക് ജീവണ്ടോ? ആരും ചിരിക്കാൻ നിൽക്കരുത്. അങ്ങനെ ചിരി വെളി വന്നാ തീർന്നു. ചിരിയൊന്നും വരില്ല എനിക്ക്. കാട്ടിലേക്ക് കേട്ടോ പോവാ വണ്ടി കേട്ടോ. അപ്പൊ ഗായ്സ് ഞങ്ങളത് സ്ഥലം എത്താറായി. 2.2 കിലോമീറ്റർ കൂടെ ഉള്ളു. ഇതാണ് സുമതി വളവിലേക്കുള്ള വഴി. അപ്പൊ അതെ ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടാ. ഉണ്ട് ഓരോ ലൈറ്റ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ ഒന്ന് ശ്വാസം വിട്ടാരെ. എന്താ പറയണ്ടെന്ന് അറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് എനിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്റെ ബ്രീത്തൊക്കെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുക. അല്ല സംഭവം ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇതൊക്കെ കേട്ടിട്ടും ഈ രാത്രി നമ്മൾ അങ്ങോട്ട് പോവാണല്ലോ. ലൈറ്റ് ഒന്നും ഇല്ല സംഭവം. കണ്ട നമ്മുടെ കാറിന്റെ വെളിച്ചം മാത്രം തന്നെ ഉള്ളൂ. പാലം വരും, വേറെ ലൈറ്റ് ഒന്നും ഇല്ല. അമ്മേ അപ്പൊ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നു എന്നൊന്നും നോക്കാം. ചെറിയ രോമാഞ്ചം പോലെ, ഒരു കാറ്റടിക്കുന്ന പോലെ ഒരു ഫീൽ. ഈ പാലം
എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീല് വരുന്ന പറയണം. ഞാൻ പൊന്നിനോട് ചോദിച്ചു, ഇനി വല്ല ആൾക്കാർ ഇനി വഴിയിൽ നിന്നിട്ട് കൈ കാട്ടിയാ എന്താ ചെയ്യാൻ ചോദിച്ചു. വല്ല ഒന്നുമില്ല, കാറ് കൊടുക്കുക, ഇറങ്ങി ഓടുക. ചേച്ചിമാരോ അമ്പലൊക്കെ ഉണ്ട്. ദേവിയേ, എനിക്ക് ഈ തലവേദന എടുക്കുക, വൊമിറ്റ് ചെയ്യാൻ വരിക, സംസാരിക്കാൻ പറ്റുന്നില്ല, നല്ല പേടിയുണ്ട്. പോരെ അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ സുമതിയായിട്ടാണ്. ആരൊക്കെ ഉണ്ട്, ഓരോരുത്തരൊക്കെ നിൽക്കണ്ടാവണം. ചിലരൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല, ഇല്ല സുമതിയോളം എത്തിയില്ലല്ലോ. ഇതൊക്കെ മനുഷ്യവാസ കേന്ദ്രങ്ങളാണ്. ആ പാലം പാലം സുമതി വളവിലേക്കുള്ള പാലം. രോമാഞ്ചം വന്നിട്ടാ ഉണ്ടോ? പോവാ. ഇനിട്ടാ രോമാഞ്ചം. പൊന്നു നിനക്കാ? പൊന്നിനെ കയറിയുണ്ട്. അടിപൊളി. അതാണ് ചുറ്റും കാടും ഒരു ലൈറ്റും ഇല്ലേ നമ്മുടെ വണ്ടിയിൽ ലൈറ്റ് പൊന്നോ വേണ്ട. കാട്ടുപന്നിയാണ് നിക്കണത്. കാട്ടുപന്നി കാട്ടുപന്നി സൈഡില് കാട്ടുപന്നി. ഓക്കെ, നോക്കിയാ പണ്ടത്തെ ചെക്ക് പോസ്റ്റ്. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് അല്ലേ സിനിമയിൽ കാണിക്കണത്? അതെവിടെയാണ്? ഇതാണ് നമ്മൾ ഇനി ഇവിടെ ഒന്ന് കടക്കാൻ പോണത് ഗൈസ്. വണ്ടിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കണം. അയ്യോ മാതാവേ, കാത്തോറിനെ രക്ഷിക്കണേ ഞങ്ങക്ക്. അയ്യോ ഞങ്ങളെ കാത്തോറിനെ. വണ്ടിക്ക് എന്തെങ്കിലും ഇതുണ്ടോ, ഒരു പവർ പോലെ വ്യത്യാസം? എടാ ഇത് ഡേഞ്ചറാണ് വഴി. വ്യത്യാസം ഉണ്ടോ വണ്ടിക്ക്? വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എത്തി അടിച്ച് ഞാൻ പറഞ്ഞല്ലേ, അടിച്ച് എനിക്ക് അടിച്ച്. ആ ഇതാണ് ഇതേണ്ട, ഈ വളവിലിട്ടാണ് സംഭവം. കാണിച്ചുതരാം. ഈ ഒരു എൻഡും കൂടെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ കണ്ട പൊന്നോ റെഡ്. ആണ്ടേ നമ്മൾ കറക്റ്റ് പോയിന്റ് അതാണ്ട് ഇവിടാണ്, ഈ വളവിൽ. ഇവിടെ ഇതാണ് വളവ്, സുമതി വളവ്. നമ്മള് സുമതി വളവിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇവിടിട്ടാണ് പുള്ളിക്കാരിയെ ഇല്ല ഇല്ല. പിന്നെ ഇവിടെ കല്യാണ വീടാണല്ലോ, സീരിയൽ പോലൊക്കെ എത്തിച്ചിടാൻ. ഇവിടെ മനുഷ്യ ഇത് ഹൊറർ പ്ലേസ് ആണ്, കാടാണ്. വണ്ടി ഒതുക്കിയോ? കൊഴപ്പില്ല, ധൈര്യമായിട്ടിരിക്കും. നമ്മളിപ്പോ ഞാൻ അവിടേക്ക് പോവാം. ഇനി എന്തിനാ പോണ? സുമതി വളവ് അവിടെയല്ല, പിന്നെ എന്തിനാ ഇവിടെ ഉണ്ടായാ മതിയായിരുന്നു ആൾക്കാര്. ഒന്നും കാണാനില്ല. ചേർത്തം കിട്ടാ മതി. ഇതാ അങ്ങോട്ട് കയറ്റി ചേർത്തം കിട്ടും. എമർജൻസി എടുക്ക്. വണ്ടി ഓഫ് ചെയ്തില്ലെങ്കിൽ ഇതാവും. എന്തൊക്കെ ചെയ്യണം? ഒറ്റയ്ക്കല്ലല്ലോ. അതെ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനി വണ്ടി ഓഫ് ചെയ്തോ, ലൈറ്റ് ഓഫ് ചെയ്തു. പോട്ടെ. അടിപൊളി. എമർജൻസി നോട്ടെ. എന്നാ നിനക്ക് എമർജൻസി? എമർജൻസിയാ? ഇച്ചിരി കഴിയുമ്പോഴേ ലൈറ്റ് ഒക്കെ താനേ വരും. നമ്മുടെ കണ്ണ് കറക്റ്റ് പിടിച്ച് ഇച്ചിരി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കല്ലേ. വാ, ലോക്ക് ചെയ്തോ വണ്ടി. നിങ്ങൾ നടന്നോ, ഞാൻ എടുക്കാം. എന്തിനത്? ആവശ്യത്തിന് ഫേസ് ഒന്ന് കാണിച്ച് രണ്ടുപേരും അങ്ങോട്ട് നോക്ക്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്?
എനിക്ക് എന്റെ നയലെന്നെ കണ്ടിട്ട് പേടി പോകും. അതാ പറഞ്ഞ ഇവിടെ വരുമ്പോ ചിരിക്കരുതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങള് അയ്യോ കാറ്റാ അങ്ങോട്ട് നടക്കാം ഞാൻ ചേട്ടാ അല്ലേ? അങ്ങോട്ടോ എങ്ങോട്ടാണോ നടക്കാം ധൈര്യമായിട്ടോ ഒതുങ്ങാണോ വണ്ടി വരുന്നേ പിന്നെ പിടിക്ക് പെടുത്ത് നടക്കണ വെച്ചോ. ഇതെല്ലാം സ്മൂതി വളന്റെ ഏരിയ തന്നെ ധൈര്യമായിട്ടോ നടാ ഞങ്ങളില്ലേ പോട്ടെ അങ്ങോട്ട് പോ. അനീഷ് ബ്രോ നീ എന്തിനാ ആവശ്യത്തൊക്കെ എനിക്ക് കാണിച്ചു തരണേ? നിങ്ങളും ഇതൊക്കെ നോക്കിയതാ ആ വള്ളിയൊക്കെ കണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ. അയ്യോ ഞാൻ പേടിയാവണു. അപ്പോ ഇവിടെയാണ് കണ്ട ഈ വളവില്ലേ അത് സിനിമയില് കാണിക്കുക അവന്മാരും പോവാ. വാ മതി 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 അതാണ് വാ അങ്ങോട്ട് കിട്ടോ എൻ്റെ നടന്നോ. അപ്പൊ ഇതില് റീലിന്റെ റിവ്യൂ പറയണ്ടേ ഇവിടെ നിന്നിട്ട് ഒന്ന് മറ്റോണം പിടിക്കും ഇത് ഓൺ ചെയ്യുന്നു ആദ്യം. അപ്പൊ നമ്മള് സുമതി വളവ് പടം കഴിഞ്ഞ് സെക്കൻഡ് ഷോ കഴിഞ്ഞ് നേരെ റിയൽ സുമതി വളവിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ആ പടത്തിന്റെ റിവ്യൂ പറയാണ് ഞാൻ. കാരണം ആ പടം കണ്ടതിന് ശേഷം ഇവിടെ വരുന്നുള്ള ഒരു ധൈര്യം എനിക്ക് പോയി എന്നുള്ളതാണ് സത്യം. നിങ്ങളാകല്ല പോലെ ഇങ്ങോട്ട് വാ. അപ്പോൾ അഭിലാഷ് സാറിനും സുമതി വളവിൻ്റെ ഓൾ ടീമിനും ഈ ഒരു ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. സുമതി വളവ് പടം കഴിഞ്ഞ് അതും പാതിരാത്രിക്ക് ഡയറക്റ്റ് ആ സുമതി വളവ് ഇതാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഈ സുമതി വളവ് ടീമിന് ഡെഡിക്കേറ്റ് ചെയ്യണു. നല്ല പേടിയുണ്ട്. ഇവിടെ പാലം കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭവം. സാധാരണ ഇവിടെ ആരും ഉണ്ടാവാറില്ല എന്നാണ് പറഞ്ഞത്. പുറകിലേക്ക് നോക്കുമ്പോഴും ഒക്കെ പേടിയുണ്ട്. പിന്നെ നീ നിങ്ങൾ പറ അനീഷ് ബ്രോടാ അനീഷ അനീഷ് അനീഷ് ബ്രോ അനീഷ് ബ്രോ അനീഷ് ബ്രോ അനീഷ് ബ്രോ അനീഷേ കാണിച്ചിട്ടാ അനീഷ് ബ്രോ അനീഷ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണോ? അങ്ങ് പോവണോ? അനീഷ് വാ അനീഷ് എന്തൊരു കാഷ്ട. അനീഷ് വാട അനീഷ വാ കേറ്. കേറാ വണ്ടിയിൽ കേറ്. നീ പിടിക്കും. അനീഷ അപ്പുറത്തൂടെ കേറ്. ഇന്ന് മിണ്ടാണ്ട് കുവിച്ചോ. ലൈറ്റ് നിർത്തണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്നിട്ട് ലൈറ്റ് നിർത്തി. ഒരക്ഷരം പറഞ്ഞാൽ കേൾക്കരുത്. അനീഷ എവിടെയാടാ? അനീഷ് ഞങ്ങള് പോവാട്ടോ വാ. അനീഷ എവിടെയാടാ? എന്താ വണ്ടി ചാട്ടാവണില്ലേ? അനീഷ എവിടെയാ? റൂമിലാ? നീ റൂമിലാ? എന്നിട്ട് പറയണ നീയല്ലേ ഞങ്ങളെ സുമതി വളവിൽ കൊണ്ടുവന്ന? ഹലോ ആ ഞാൻ പൊന്നു. ഇപ്പൊ നമ്മള് സുമതി വളവ് സിനിമ കണ്ടിട്ട് സുമതി വളവിലേക്ക് ഇപ്പൊ വന്നില്ലേ? അനീഷ് പറ്റിക്കാണോ? എവിടെയാ?
എവിടെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ സുമതി വളവില്? അനീഷ നീ എവിടെ? ഇതാരടാ? അയ്യോ പോവാ. നീ എവിടെയാ നിക്കണേ? പോവാ അയ്യോ പോവാ. എടാ അവൻ റൂമിലാണ്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവനെല്ലാം. പോവാ. ഇവൻ റൂമിൽ സിനിമയ്ക്ക് വന്ന് നമ്മുടെ കൂടെ പോണു. ഞങ്ങളുടെ കൂടെ അപ്പൊ നീ വന്നില്ലേ? സുമതി വളവില്. അയ്യോ എന്തൊന്നും പറയുന്ന അനീഷ, നീ ഞങ്ങളുടെ കൂടെ വന്നില്ലടാ സിനിമ കണ്ടിട്ട്. ഇപ്പൊ സുമതി വളവിലേക്ക് വന്നില്ലേ? അയ്യോ പോവാ സുമതി വളവില്. അയ്യോ വിച്ചു വണ്ടി എടുക്കടാ. വണ്ടി എടുക്കടാ വിച്ചു. വണ്ടി എടുക്കട്ടെ, ഞാൻ വിളിക്കാം തന്നെ. സുമതി വളവിലടാ ഞങ്ങള്. അയ്യോ അയ്യോ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. ഞാൻ എന്റെ വായിരിക്കുന്നതല്ലേ ഞാൻ പറയാം. ഞാൻ ഇവിടെ താനല്ലേ പറഞ്ഞത്, മറ്റേ സുമതി മറ്റേ പടം കണ്ടിട്ട് ഭാവി പോകാൻ താനല്ലേ പറഞ്ഞത്. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഞാൻ ഇന്ന് വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്. വീട്ടിൽ പോവാ, ഞാൻ തിരിച്ചു വന്നിട്ട് പോവാന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇത്ര നേരം ഞങ്ങൾ അനീഷ് ബ്രോ ഇത്ര നേരം ഞങ്ങളുടെ കൂടെ. താൻ എനിക്ക് അയച്ചെന്ന് ടിക്കറ്റിന് നാളത്തെ ഡേറ്റ് ആണല്ലോ വരുന്നത്. അപ്പൊ പിന്നെ ഇന്ന് എങ്ങനെ ഞാൻ വരുന്നത് അതിനകത്ത്? ഇല്ലേ നിങ്ങൾ അങ്ങനെ ഇന്ന് പോയ ടിക്കറ്റില് അനീഷ് ബ്രോ താൻ എനിക്ക് അയച്ചെന്ന് ടിക്കറ്റ് എടുത്ത് നോക്കണം. അതിനകത്ത് നാളത്തെ ഡേറ്റ് ആണ് വരുന്നത്. എന്തൊക്കെ പറയണേ? പറയണ അനീഷേ? അതിനകത്ത് ഡേറ്റ് നോക്കാം. അതിനകത്ത് 3 നടക്കുന്നത്. അനീഷ് ഇത്ര നേരം നീ ഞങ്ങളുടെ കൂടെ കാറിന്റെ പുറകിലുണ്ടായിരുന്നില്ലേ? ആരുമായിട്ട് നിങ്ങൾ പോയത്? ഞാൻ അറിയുമ്പോൾ വിച്ചു വണ്ടി എടുക്കണ്ട. വിച്ചു വണ്ടി എടുക്കടാ. വിച്ചു വണ്ടി എടുക്ക. എനിക്ക് പേടിയാണോ? വിച്ചു വണ്ടി എടുക്കടാ. അയ്യോ എനിക്ക് പേടിയാവണേ. അയ്യോ മാതാവേ എനിക്ക് പേടിയാവണോ. വണ്ടി എടുക്കടാ വിച്ചു. വണ്ടി എടുക്കടാ വിച്ചു. അയ്യോ വണ്ടി എടുക്കണ വിച്ചു. വണ്ടി എടുക്കടാ വിച്ചു. വണ്ടി എടുക്കടാ നീ പട്ടി. വണ്ടി എടുക്കണ തണ്ടിയാ നോക്കിയിരിക്കണ്ട്. വിച്ചു വണ്ടി എടുക്കടാ. നീ ഇനി എന്തിനു നോക്കിയിരിക്കണ? എനിക്ക് പേടിയാവണു. വിച്ചു വണ്ടി എടുക്കടാ. വണ്ടി എടുക്കണ വിച്ചു. വണ്ടി എടുക്കണ വിച്ചു. വിച്ചു വണ്ടി എടുക്ക. വണ്ടി എടുക്കണ വിച്ചു. വിച്ചു വണ്ടി എടുക്ക്. വിച്ചു വണ്ടി എടുക്ക. വേഗം പോടാ. അയ്യോ വണ്ടി സ്പീഡില് വീട്. അവനെല്ലാം വന്നിട്ടില്ല നമ്മുടെ കൂടെ പറഞ്ഞില്ലേ നീ? വണ്ടി എടുക്ക്. ഇവിടെ വണ്ടി ഇടല്ലടാ. വണ്ടി ഇടല്ലടാ. നമുക്ക് വീട്ടിൽ പോവാടാ. വേഗം വീടിട വിച്ചോ. വിച്ചു വീടിട വിച്ചോ. മതിയിട വിച്ചോ. വിച്ചോ അയ്യോ 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 വണ്ടി എടുക്കടാ. നീ അവൻ എവിടെയൊന്നും ചോദിക്കല്ലേ. അവൻ മുമ്പില് അവൻ വന്നിട്ടില്ല പറഞ്ഞില്ലേ? വണ്ടി എടുക്കാൻ എനിക്ക് ഇവിടെ നിക്കണ്ട. എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റണില്ല. പോവാ 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 പോവാ. വണ്ടി വണ്ടി വേടാ. വിച്ച് വണ്ടി വേടാ.
കരയല്ലേ പ്രാങ്ക. സോറി എടാ, ഞാൻ പറഞ്ഞല്ലോടാ എന്നോട് വേണ്ടെന്ന്. പോട്ടെ പോട്ടെ പോട്ടെ, വണ്ടി വിട്ടോ. ഒന്നുമില്ല കൂൾ കൂൾ കൂൾ. ഒന്നുമില്ല. അയ്യോ അയ്യോ വണ്ടി വീട് അയ്യോ വണ്ടി വീട് വേഗം പോവാ വീട് വേഗം വണ്ടി വിടാ വേഗം വീട് അയ്യോ ഞാൻ മനുഷ്യനാണോ? അയ്യോ സ്പീഡിൽ വണ്ടി വീട് ഇവിടുന്ന്. അയ്യോ അമ്മേ എനിക്ക് അയ്യോ വിളിച്ചതിന്റെ കൊഞ്ഞിന്. അയ്യോ എനിക്ക് വയ്യ അയ്യോ അയ്യോ അമ്മേ എനിക്ക് വീട്ടിൽ പോണം എനിക്ക് വീട്ടിൽ പോണം. അയ്യോ എനിക്ക് വീട്ടിൽ പോണം. അയ്യോ അമ്മ അയ്യോ എനിക്ക് വയ്യ എന്തെങ്കിലും പാട്ടോ എന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞത്. എനിക്ക് വയ്യ എനിക്ക് ശ്വാസം കിട്ടില്ല വേഗം വീട്ടിൽ പോ. ആ ലൈറ്റ് ഓൺ ആക്കണം കാറിന്റെ. ഇരുട്ടായത് കൊണ്ടാ. നിങ്ങൾ എന്തിനാ അയ്യോ അമ്മേ ശരിക്കും ഇവിടെ ഒന്നും ഇല്ല, സത്യം പറയാം ഒന്നുമില്ല, ഒരു തേങ്ങയില്ല. അയ്യോ എന്തിനാ പേടി? അയ്യോ നിനക്കിപ്പോ പേടി പോയില്ലേ? ഇപ്പൊ ഒന്നും ഇല്ലെന്ന് മനസ്സിലായി. നിന്റെ അടുത്ത് വിച്ചു അല്ലേ ഉള്ളത്? നീ എന്ത് പാവിയടാ നീ, എന്തൊരു കഷ്ടണ്ട. ഇവിടെയാണ് പ്രാങ്ക് വിച്ചു പാത്തോടരുത്. അയ്യോ വീടാ വിച്ച എന്ത് കഷ്ടണ്ട ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കണ്ടെങ്കിൽ. എന്താ നിങ്ങള് കാണാൻ പേടിച്ചു ഞാറിയോ? അയ്യോ എന്തൊരു കഷ്ടാണോ, കഷ്ടണ്ട് എനിക്ക്. അയ്യേ കുറച്ചെങ്കിലും ബോധം വേണ്ട വിച്ചു, കുറച്ചെങ്കിലും നീ ചിരിക്കരുത്. അത് കൂടെ വന്നിട്ട് ഇതുപോലെ ഒരു പണി തരാൻ പാടില്ല. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണത്. എന്തോന്നടാ എനിക്ക് വയ്യ, എനിക്ക് ശ്വാസം അതിനിപ്പോ കൂടുതലായിരുന്നു വർത്താനം പറഞ്ഞാണ്. എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട്. നിങ്ങൾ കത്തിട്ടാ എനിക്ക് എന്തേലും പറ്റിയല്ലേ മതി. എന്തൊരു കഷ്ടണ്ടത്, എന്തൊരു കഷ്ടണ്ട്. ഞാൻ നിന്റെ കൂടെ ഞാൻ എവിടെ വരില്ല നോക്കിക്കോ. ഞാൻ പേടിച്ച് എനിക്കറിയണോ നിങ്ങൾ എന്ത് മനുഷ്യനാണോ, എന്ത് മനുഷ്യനാ. ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പിന്നെ എവിടേക്ക് പോയേ? എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ നിക്കണ്ടായിരുന്നല്ലോ, പിന്നെ എവിടേക്ക് പോയേ? താൻ എവിടേക്ക് പോയിടോ? എന്തൊരു കാറ്റത് ഇവനെ ബുദ്ധിയില്ലേ നിങ്ങൾ. മിണ്ടി പോകരുത്, ഇനി നിന്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് ഞാൻ വരില്ല. ഇത്രേ ഉള്ളൂ, പേടിക്കാൻ തന്നെ ഒന്നുമില്ല. അപ്പൊ ഗൈസ് ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും പറയണ്ട, ആകെ കിളിപാറി. അതെ
ആകെ മൊത്തം സീനായി. പൊന്നു കണ്ടില്ലേ, പൊന്നു മൊത്തം കരച്ചിലായി പിടിച്ചിലായി. ആകെ എന്താ പറയാ, പേടിച്ച ആളാകെ അവശകരകരി. അപ്പം കരഞ്ഞ് ആള് ഉറങ്ങിയ ആള്. ഞാൻ ഇപ്പൊ തൊട്ടപ്പോ ഞെട്ടി. അതൊക്കെ ഞാൻ മൈക്കൊന്നും എടുക്കാനായിട്ട് തൊട്ടപ്പോ ഞെട്ടി എണീറ്റ്. ഞാൻ അല്ല, എനിക്കറിയാറുന്നു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അവള് ഇത്രയും കരയത് ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര കരച്ചിലായി ആകെ. അപ്പൊ ചുമ്മാ പറ്റിക്കാരം. ഞാൻ ഇപ്പൊ അഞ്ഞിട്ടെടുത്ത് പറഞ്ഞ പോലെ ചുമ്മാ പേടിപ്പിക്കാതെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയതാ. പക്ഷെ ഇത്രയും സീനായി. എന്നിട്ട് പറയാനുള്ള എനിക്കൊന്നും പറയാല്ല. എനിക്ക് ഇപ്പോഴാ പേടി പോയിട്ടില്ല. അറിയല്ലേ, ഞാന് ഈ സുമതി വളവ് പടം കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ സുമതി വളവിൽ തന്നെ പോയി ചെയ്യാം. പിന്നെ ഇതിനു മുന്നേ ഒരുപാട് തവണ അനീഷ് ബ്രോ പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മരിക്കില്ല എന്ന് ഉറപ്പാണ്. പിന്നെ ഇവർ രണ്ടാളുടെ നടുക്ക് നിന്ന് ഞാൻ പോവാം. പക്ഷെ അവിടെ എത്തണേക്കാളും മുന്നേ എനിക്ക് ധൈര്യമൊക്കെ പോയി. ഞാൻ പറഞ്ഞു ഇവിടെ തിരിച്ച് പോവാം നമുക്കെന്ന് ഞാൻ പറയാൻ തുടങ്ങി. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി, എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ സൈലൻ്റ് ആവാൻ അങ്ങോട്ട് തുടങ്ങി. എനിക്കൊന്നും ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി. ഒട്ടും പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണമെന്നില്ലാത്ത അവസ്ഥയായി. ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിന്നൊരാളാള് എങ്ങനെ പോയി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇവനും അനീഷ് ബ്രോനെ കാണുമ്പോൾ ഇവനും പേടിക്കുന്നുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പ് പോലും നമ്മുടെ വീട് എവിടെയാണെന്ന് അറിയാത്ത ആള് വീട്ടിലേക്ക് എങ്ങനെ എത്തിയെന്ന് അറിയില്ല എന്ന് ആള് പറയുന്നുണ്ട്. പിന്നെ എന്തിട്ടാ പറയാ, വിളിച്ചപ്പോ റൂമിലാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സംസാരിക്കണ പോലെ പുള്ളിയൊക്കെ പറയുന്നുണ്ട്. നമ്മളിത് എക്സ്പെക്ട് ചെയ്യണില്ല. കാരണം വീട്ടിലൊരു കർട്ടൻ മുന്തിയെ പേടിക്കണ ഞാൻ എന്നെ ഇതുപോലൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് പേടിപ്പിക്കുന്നു നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കില്ല. കഴിഞ്ഞു. ഞാൻ കുറച്ച് സമയം ഞാൻ അനുഭവിച്ചത് ഈ മനുഷ്യനൊക്കെ അവിടെ വെച്ച് അപ്പുറത്ത് എനിക്ക് പേടി, നിന്റെ മുഖത്തും പേടിയുണ്ട്. അപ്പോ ശരിക്കും നീയും ആളവിടെ ഇല്ല. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ല, കാറിലും ഇല്ല. ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് കാറിലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. സിനിമ കണ്ടത് പൊന്നുനെ അത് ഫലിച്ചു. അപ്പോ അഭിലാഷ് പിള്ള ആൻഡ് ടീം, അഭിലാഷ് ഏട്ടന്റെ ടീമിന് വലിയൊരു കയ്യടി. സിനിമ കാണുന്നതിന് മുന്നേ സുമതി വളവിൽ പോവാന്ന് പറയുമ്പോ അധികം പേടിയുണ്ടായിരുന്നില്ല. നമ്മൾ ചർച്ച ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന. പക്ഷെ ഈ പടം കണ്ടിറങ്ങിപ്പോട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു പോണമെന്നില്ല എനിക്ക്. അപ്പൊ അഭിലാഷ് ഏട്ടൻ ടീമിന് വലിയൊരു കയ്യടി. കറക്റ്റ് സാരം കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക്. അത് നമ്മൾ അവിടെ പോയിട്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ശബ്ദം ഇവനറിയാം. കുട്ടി ശബ്ദം കേട്ടാൽ പോലും ഞാൻ അങ്ങനെ പറയണ ആളാ. ഇതിനി പേടിക്കത്തില്ല. കാരണം ഇത്രയും വലുതായിട്ട് പേടിച്ച ഒരാൾക്ക് വീട്ടിൽ ഇരിക്കാൻ എന്താ പേടി? അതെ ബെസ്റ്റ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇരുട്ടത് വൈറ്റ് കളർ കാണുമ്പോ പേടിയാവുക. എന്തിന്? മുമ്പ് എനിക്ക് ഇതുപോലെ പേടി ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇല്ലല്ലോ. ശരിക്കും മനുഷ്യൻ തന്നെയാണോ? എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇനി നമ്മള് പോണം. അത് മാത്രല്ല, ഇനി നമ്മള് ബോണക്കാട് സ്ഥലത്തിന് വരുന്ന ബോണക്കാട് ബംഗ്ലാവ്. ഞാൻ രണ്ടാളിന്റെ ഞാൻ വരില്ല. അതെ, ഇല്ല. ഞാൻ ഓരോ ട്രിപ്പുകൾക്ക് ഇനി ഇല്ല. അല്ലാതെ നമുക്ക് ട്രിപ്പ് പോവാം. ഓരോ ട്രിപ്പില്ല. ഇത് അഭിലാഷ് സാറിനും അർജുനും നമ്മുടെ സൈജുവേട്ടനും അതിൽ വോൾ ടീമിനും സുമതി വളവ് ടീമിനും ഒക്കെ ഉള്ളൊരു നമ്മൾ തുറന്ന് പറയാണ്. ആ പടം കണ്ടു കഴിഞ്ഞാൽ അല്പെങ്കിലും ഒരു പേടി വരും എന്നുള്ളത് ഷുവറാണ്. നിങ്ങൾ ആ പടം കൊണ്ട് എന്ത് ഉദ്ദേശിച്ചോ അത് ആളുകൾക്ക് കറക്റ്റായിട്ട് കിട്ടി. കാരണം അതിനൊരാഴ്ച മുന്നേ വരെ സുമതി വളവിൽ പോവാം, അവിടെ പോയി റിവ്യൂ പറയാം എന്നൊക്കെ വിചാരിച്ചിരുന്ന എനിക്ക് അതെ ഇത് ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനൊരു പ്ലാൻ നിങ്ങൾ ഇത് എപ്പോഴാണ് നിങ്ങളിത് പ്ലാൻ ചെയ്തത്? ഒരു പെർഫെക്റ്റ് പ്ലാൻ അല്ല. നിങ്ങൾ ഈ പറയണക്ക് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നിന്നെ ഇടയ്ക്ക് എപ്പോഴോ ഒന്ന് കാണാതെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് എപ്പോഴാ പറയണേ? അത് ഓഫീസിലോ ഒരാഴ്ച മുമ്പ് പ്ലാൻ ചെയ്തേ. പക്ഷേ ഞാൻ സിനിമ കാണുമ്പോഴാന്ന് വെച്ചു. അതെ, അത് ഇടയ്ക്കൊന്ന് കാണാതെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് നീ റിവ്യൂ പറയുന്നതിന്റെ ലേറ്റ് മുഖത്തോട്ട് അടിച്ചപ്പോൾ എനിക്ക് അപ്പം ഐഡിയ വന്നു. എങ്കിൽ പിന്നെ അപ്പം തന്നെ മുങ്ങാവും.
കാരണം ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റത്തില്ല. ആണല്ലേ? അയ്യോ, പിന്നെ ഈ ഫോൺ കോളിന്റെ കാര്യം എനിക്ക് പരിഗണനയിലില്ല, ഫോൺ എടുക്കരുതെന്നായിരുന്നുള്ളത്. അത് ഗംഭീര അഭിനയായിട്ട്. ഇവിടുന്ന് ആരും പറഞ്ഞു ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, നീ ഇങ്ങോട്ട് തിരിയുമ്പോ ഞങ്ങള് തിരിയണ സമയത്ത് നിന്നെ കാണാൻ പാടില്ല, അത് കഴിഞ്ഞ് ഞങ്ങള് നിന്നെ അന്വേഷിക്കുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ടിൽ നടക്കുന്ന സമയത്ത് പിന്നെ എന്നെ കാണില്ലെന്ന് പറഞ്ഞില്ലേ? ആ സാധനം ആള് തീർന്നാണ്. ഞാൻ ഏകദേശം ഞാൻ ആ കാറിൽ സമയത്ത് പോയാ ഞാൻ പോയ നോക്കൂ, ഞാൻ ആ കാറിൽ അനീഷ 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 അനീഷ് ഇവിടെ വാന്നുകൊണ്ട് വിളിച്ചെന്ന് ഞാൻ കഴിക്കുന്നത്, ഞാൻ അങ്ങെത്തി. അയ്യോ എനിക്ക് ഭയങ്കരമായിരുന്നു. കാരണം കഴിഞ്ഞിട്ട് പിന്നെ ആ കാറിൽ ഞാൻ എങ്ങനെ ചാടി കയറിയെന്ന് എനിക്കറിയില്ല. അപ്പൊ വണ്ടി ചാട്ടാവണില്ല. അപ്പൊ എനിക്ക് ഉറപ്പായി. ഞാൻ പറഞ്ഞില്ലേ നീ പോയി, പിന്നെ ഞാനും കൂടി പോയെങ്കിൽ തിരിഞ്ഞു പണി കിട്ടും. ആ കാറിൽ ഞാൻ കേറിയില്ലെങ്കിൽ ഞാൻ അവിടെ വിഷു അറ്റാക്ക് ആയിട്ട് അത് ഷുവറാണ്. പാനിക് അറ്റാക്ക് വന്നാരും മരിച്ചു. പാനിക് അറ്റാക്ക് അല്ല, റിയൽ അറ്റാക്ക്. പാനിക് അറ്റാക്ക് എനിക്കറിയാം. എന്റെ ആ സമയത്ത് എന്റെ BP ചെക്ക് ചെയ്യണായിരുന്നു. ഇപ്പം 1000 രൂപ കൊടുത്താലും നമുക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് കിട്ടുമോ? ഇല്ല. ഞാൻ കാണണ്ടേ ഗോസ്റ്റ് ഹൗസ് എന്നും പറഞ്ഞ് എത്ര ഹൊറർ പ്ലേസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് പോണേ. ആ ഇത് ആസ്വദിക്കാനാ വരുന്നത്. ഇതൊരു ഇതിപ്പോ സ്ഥലം ആസ്വദിക്കല്ലോ ഉണ്ടായേ. ഞാൻ എടോ ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഈ കഞ്ചുറിങ് മോഡലുള്ള ഇമാരി പടം എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് തിയേറ്റർ ആസ്വദിക്കാനുള്ളതല്ല, ആ സാധനം കണ്ടിട്ട് പേടിക്കാൻ വേണ്ടിട്ടുള്ള. അത് കണ്ടാലും ആ സമയത്ത് പേടിച്ചാലും എനിക്ക് ഇഷ്ടം കാണാൻ. അത് ഷൂട്ട് ചെയ്ത പടല്ലേ, അത് ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. ഇത് റിയൽ അല്ലേ. ഇനി ഞങ്ങൾ ഒരു വട്ടോടെ നിന്നെ ക്ഷണിക്കുകയാണ്. ഞാനില്ല, അപ്പൊ നിങ്ങൾ പൊക്കോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ പ്രേക്ഷകർ സുമതി വളവ് പടം തിയേറ്ററിൽ പോയി കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് പടമാണ്. എന്നിട്ട് നിങ്ങൾക്ക് സുമതി വളവിൽ പോകണമെങ്കിൽ റിയൽ സുമതി വളവിൽ പോയിക്കോ. നാളെ ഇതുപോലെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇതുപോലത്തെ വേണ്ട, ഇതുപോലത്തെ വേണ്ട ബ്രോ. അടിയുമ്പൊട്ടും ഞാൻ ചിരിച്ച് കളിച്ചുള്ള ഒരു ട്രാവലെ പ്രതീക്ഷിച്ച അടിയുമ്പൊട്ടും കമ്മിങ് വിത്ത് ഇനി പറയിപ്പിക്കും. ന്യൂ വീഡിയോ ആയിക്കോട്ടെ.